ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ആധുനിക യുഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, വിവരസാങ്കേതിക വിദ്യകളൊക്കെ ഏറെ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന, ഉപരിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും വാർത്താവിനിമയ സൗകര്യങ്ങളുമൊക്കെ സഭയ്ക്കും സുവിശേഷത്തിനും ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. അനേകായിരങ്ങളിലേക്ക് സുവിശേഷം കൊണ്ടെത്തിക്കുവാനും അതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ ഈ മേഖലകൾ ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനേകം തരത്തിലുള്ള തിന്മകൾ ഈ ഭൂമിയിൽ നടത്തുവാനും, കൊലപാതകങ്ങളും മയക്കുമരുന്ന്, അതുപോലെ മറ്റ് അശുദ്ധമായ കാര്യങ്ങൾ പെട്ടെന്ന് മനുഷ്യൻ്റെ വിരൽത്തുമ്പിലെത്തിക്കുവാനും അതിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തെ മലിനമാക്കാനും വിഷം തുപ്പുന്ന രീതിയിൽ അത് പ്രവർത്തിക്കുവാനും, ഭീകരതയും അതുപോലെ മതസ്പർദ്ധകളും വളർത്തുവാനും ഈ സാങ്കേതിക വിദ്യകളൊക്കെ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നാം വിശ്വസിക്കുന്നത് ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ സൃഷ്ടപ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണം, അതിലൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. നമ്മൾ ആ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് അവിടെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും വൃക്ഷങ്ങളെയും സസ്യലതാദികളെയും പക്ഷിമൃഗാദികളെയും എല്ലാം സൃഷ്ടിക്കുന്നത് ഓരോ ദിവസമായിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ളപ്പോൾ തന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വചനം മൂലം അതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അതിൻ്റെ അടിയിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്: എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാ, എല്ലാം നല്ലതെന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിലെയും സകല ചരാചരങ്ങളെയും ദൈവം നോക്കുമ്പോൾ അതിനെയെല്ലാം നല്ലതെന്ന് കാണുവാനായിട്ട് ദൈവത്തിന് കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഞാനും, എനിക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഭൂമിയും, നമുക്ക് ചുറ്റുപാടും നമ്മുടെ സഹജീവികളായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹവും നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇതിൽ ചില ആളുകളെ ഒന്നും ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ചിലരുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില സമൂഹങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില മതങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില മതസംഹിതകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയങ്ങളും അഭിപ്രായങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം സമ്മിശ്രമായി കിടക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതൽ, ദൈവാത്മാവ് നിറഞ്ഞൊരു ദൈവ പൈതൽ ഇതിനെയൊക്കെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ദൈവം പറയുകയാണ്.
ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ നാം ഈ ഭൂമിയിലെ എല്ലാത്തിനെയും നോക്കിക്കാണേണ്ടത് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് ഭൂമുഖത്തെയും ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്തിനു വേണ്ടിയാണോ ഈ ഭൂമുഖത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അത് അതിൻ്റെ ജോലി നിർവഹിക്കുന്നത് കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ് നല്ലത്. സൂര്യൻ അത് നമ്മൾ പറയുന്നു കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നല്ലത്, അതിനകത്തൊരു നന്മയുണ്ട്. ഭൂമിയിൽ അനേകം വൃക്ഷങ്ങൾ വളർന്നു വരുന്നു, അതിനകത്ത് ഒരു നന്മയുണ്ട്. മനുഷ്യൻ ഇതാ മനുഷ്യനിൽ നിന്ന് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ഇതാ മറ്റു മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകുന്നു, അതിനൊരു നന്മയുണ്ട്. ദൈവം ഈ ഭൂമിയെ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടൊരു നന്മ കാണുന്നു. ആ നന്മ അതിനുള്ളിലുണ്ട്. ആ നന്മയെ കാണാൻ മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുക എന്ന് പറയുന്നതാണ് ദിവ്യജ്ഞാനം എന്ന് പറയുന്നത്, യഥാർത്ഥ ജ്ഞാനം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നു, പാപിനിയായി പിടിക്കപ്പെട്ട സ്ത്രീ. ആ സ്ത്രീയെ ഒരു സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയിൽ ക്രിസ്തു കാണുന്നത് ദൈവം തൻ്റെ പിതാവ് ഇവളെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില നന്മകൾ അവളിൽ ക്രിസ്തു കാണുകയാണ്, മറ്റൊന്നും കാണുന്നില്ല. അത് ആ കണ്ണുകളുടെ പ്രത്യേകതയാണ്, കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ്. ക്രിസ്തുവിൻ്റെ കണ്ണുകൾ അത് ദൈവത്തിൻ്റെ കണ്ണുകളാണ്. ആ കണ്ണുകളിലൂടെ ആ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞപ്പോൾ വിധിയില്ലാത്ത, പഴിയില്ലാത്ത ഒരു പുതിയ മനോഭാവത്തോടെ കാണാൻ പറ്റി. ആ കാഴ്ചയാണ് അവളെ രൂപാന്തരീകരണത്തിലേക്ക് നയിച്ചത്. അപ്പം നമുക്ക് ഈ സമൂഹം മാറ്റിമറിക്കപ്പെടണം, രൂപാന്തരീകരിക്കപ്പെടണം, നന്മയിലേക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്. നന്മയിലേക്ക് സമൂഹത്തെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലായാലും സഭാ മേഖലകളിലായാലും അതുപോലെ ഏത് ദേവാലയങ്ങളുടെ ഇടവകകളിലൊക്കെ ആയാലും എല്ലാത്തിലും വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലെ തിന്മയെ കാണുന്നു എന്നാണ് അർത്ഥം. തിന്മയെ കാണും. ഇനി തിന്മയെ കാണുക മാത്രമല്ല, ആ തിന്മയെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളതിനെ വെറുക്കുന്നു. നമ്മളിതിനെ വെറുക്കുന്നതോടുകൂടി നമ്മുടെ വെറുപ്പ് നമ്മൾ പ്രകടമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഉള്ളിൽ വെറുപ്പ് നിറയുന്നു. അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ജീവിതത്തെയും നന്നായി മലിനമാക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തെ വല്ലാതെ മലിനമാക്കാൻ അയാളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെറുപ്പിന് സാധിക്കും. ആ വെറുപ്പ് അയാളെ രോഗിയാക്കാറുണ്ട്. ആ വെറുപ്പുകളെല്ലാം കൂടെ ചേർന്ന് അയാൾ ഡിപ്രസ്ഡ് ആക്കാറുണ്ട്. ഡിപ്രഷൻ ഈ അടുത്ത കാലത്തൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ്, ഒരു രോഗമായിട്ട് മാറുകയാണ്. അപ്പോൾ അയാൾക്ക് ഈ മലിനത ഇങ്ങനെ ഉള്ളിൽ കടന്നിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ്? അയാൾ അത് വെറുപ്പ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതാണ് എന്ത്? മറ്റുള്ളവരെ വിധിക്കുക, പഴിക്കുക, കുറ്റാരോപിതരാക്കുക, അവരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആക്ഷേപിക്കുക, പരിഹസിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം വളർന്നു, സാങ്കേതിക വിദ്യകൾ വളർന്നു. ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ചില നന്മകളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചതാണ് ഇതെല്ലാം. എന്നാൽ ഇതെനിക്ക് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ ഉപാധികളെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പല ആളുകളും തങ്ങളുടെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും തങ്ങളുടെ ജീവിതത്തിൻ്റെ മലിനതകളെ വലിച്ചെറിയുന്ന ഒരു സ്ഥലമായി മാറും. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ളൊരു വാക്കാണ് അവർ വേസ്റ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മാലിന്യം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിപ്പോൾ ഒരു വഴിയിൽ യാത്ര ചെയ്യുകയാണ്, എൻ്റെ കാറിനകത്ത് കുറച്ച് മാലിന്യം ഉണ്ടായി, വേസ്റ്റ് ഉണ്ടായി, അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിത് വഴിയിലേക്ക് വലിച്ചെറിയാൻ സാധിക്കില്ല. വലിയൊരു കുറ്റമായിട്ടാണ് നമ്മളത് കാണുന്നത്.
പിഴയടക്കേണ്ട കുറ്റമാണ്. ഭക്ഷണം കഴിച്ചിട്ട് വഴിയിലേക്ക് എറിയുന്നു. നമ്മളോർക്കണം, നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയാണത്, അനേകം പേര് നടന്നു പോകുന്ന വഴിയാണത്. അപ്പോൾ ഇതവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞാൽ അനേകം പേർക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. ഇപ്പോൾ അങ്ങനെ മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്തുന്നവർ ഫോട്ടോ എടുത്ത് അത് പോലീസിലേക്ക് പെട്ടെന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ ആ മാലിന്യം ഇട്ടവരെ പിടിക്കുന്നു, ഫൈൻ അടയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പൊതു സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന രീതി ഇപ്പം നമ്മൾ സമൂഹത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്കിലും ചിലരൊക്കെ പൊതുവഴി തുപ്പാറുണ്ട്, പൊതുവഴിയിലേക്ക് മാലിന്യങ്ങൾ, ഭക്ഷണ സാധനങ്ങളുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാറുണ്ട്, പൊതുവഴിയിൽ കൊണ്ട് ഇതൊക്കെ ഇറക്കിയിട്ടിട്ട് പോകാറുണ്ട്, വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ താഴെ വീണ് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ മലിനതാകാറുണ്ട്. വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ അത്തരത്തിലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങനത്തെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനപ്പെട്ടതാണ് പത്രം, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. ഇതെല്ലാം പൊതുവായ പ്ലാറ്റ്ഫോമാണ്. എനിക്കും അവകാശമുണ്ട്, ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ അവിടേക്ക് എൻ്റെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ, എൻ്റെ ഉള്ളിൽ ഈ ലോകത്തെക്കുറിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നല്ലതല്ല, ദൈവത്തിൻ്റെ കണ്ണല്ല. ദൈവം ഏത് കാര്യം നോക്കുമ്പോൾ നല്ലത് എന്ന് കാണും. അതിനുള്ളിലൊരു നന്മ കാണാൻ പറ്റും. ക്രിസ്തുവിലൂടെ അത് വെളിവാക്കപ്പെട്ടു. എല്ലാത്തിലും ക്രിസ്തു നന്മ കണ്ടു. അവൻ്റെ നെഞ്ചിൽ കുത്തുമ്പോഴും അവനതൊരു നന്മ കണ്ടു. കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അറിവില്ലായ്മയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന ഒരു നന്മ ആ വലിയ തിന്മ ചെയ്യുന്നവരിൽ കണ്ടെത്താൻ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ കണ്ണുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണുപോയ മനുഷ്യനെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇന്ന് ഈ സഭാ ശുശ്രൂഷകളെയും സഭയെയും ഒക്കെ അമിതമായി വിമർശിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തികളെ അമിതമായി ആക്ഷേപിക്കുന്നവരെ കാണാം. അതുപോലെ സമൂഹത്തിലെ സമുന്നതരായ പല ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒട്ടും പോസിറ്റീവല്ലാത്ത രീതിയിൽ വളരെ നിശ്ചിതമായി അവരുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവരെ വിമർശിക്കുകയും അപഹസിക്കുകയും, ഇനി അബദ്ധത്തിന് അവർക്കുണ്ടാകുന്ന കുറച്ച് തെറ്റുകൾ, മിസ്റ്റേക്കുകൾ, അതെല്ലാം അവരെ പരിഹാസത്തിനും എല്ലാം വിഷയീഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? ഇതിൻ്റെ പിന്നിൽ ഇതാ മലിനമായ ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അതിൻ്റെ പിന്നിലുണ്ട്. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഉള്ളിൽ കയറിയ ഒരു മനുഷ്യനതിലുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തൂടെ ഈ മലിനമായ സംഭവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ വഴിയിലിറങ്ങി നടക്കുകയാണ്. വഴിയിലെല്ലാം ഇതാ ഒത്തിരി മാലിന്യങ്ങളിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ അതിനകത്തൂടെ കുറേ യാത്ര ചെയ്തിട്ട് തിരിച്ച് വന്നു. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ പല സാംക്രമിക രോഗങ്ങളും നമുക്ക് പിടിപെട്ട, ഇൻഫെക്ഷൻ ഉണ്ടാകാം, അലർജികളുണ്ടാകാം, ത്വക്ക് രോഗങ്ങൾ നമുക്ക് പിടിപെടാം, പെട്ടെന്ന് നമ്മൾ പനി പിടിച്ചെന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പെട്ടെന്ന് നമ്മൾ അസുഖം ബാധിക്കുന്നു. എങ്ങനെയാണ് അസുഖം ബാധിക്കുന്നത്? നമ്മൾ കുഴപ്പക്കാരനല്ല, നമ്മൾ നല്ല കുളിച്ച് റെഡിയായി പോയ ആളാണ്. പക്ഷേ നമ്മൾ ഈ മലിനതയ്ക്കകത്തോടെ നടന്ന് പോയപ്പോൾ നമ്മളറിയാതെ മലിനനായി. അത് നമ്മളറിഞ്ഞില്ല. ക്രമേണ നമ്മളെ ഈ മലിനതകൾ ബാധിച്ച് നമ്മളും രോഗിയായി ഒരുപക്ഷെ മരിച്ചെന്നിരിക്കാം. ഇതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും അനേകം പേരുടെ ജീവിതത്തിലെ വിമർശനങ്ങളും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പരിഹാസങ്ങളും മ്ലേച്ഛതകളും അശുദ്ധികളും എല്ലാം പല മനുഷ്യരും ഈ പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എറിയുന്നത് തെറ്റാണ്. ആ എറിയുന്നതിനകത്തോടെ നമ്മൾ കയറി യാത്ര ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? നമ്മളറിയാതെ നമ്മളെ അത് ഗ്രസിക്കാൻ തുടങ്ങും. ഈ കൊറോണ കാലത്ത് പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തം അതാണ്. നമ്മളൊരു കാര്യം സ്വീകരിക്കും, ഒരു പുസ്തകം വായിക്കുന്നു, ഒരു TV കാണുന്നു, സോഷ്യൽ മീഡിയയിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. രണ്ട് രീതിയിൽ നമ്മളതിനെ സ്വീകരിക്കണം. ഒന്ന്, അത് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി നമുക്ക് സ്വീകരിക്കാം. രണ്ട്,
നമ്മുടെ ഫോർമേഷന് വേണ്ടി നമുക്ക് സ്വീകരിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മൾ വായിച്ചാലും അത് നമ്മളുടെ ഇൻഫർമേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആ പരിധിയിൽ അത് നിർത്തണം, ഒരു ഇൻഫർമേഷൻ. പക്ഷേ അതറിയാതെ നമ്മുടെ ഫോർമേഷന് കാരണമാകരുത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്, നമ്മളറിയാതെ ക്രമേണ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഉൾക്കൊള്ളുന്നതുമായ വാർത്തകളും കാര്യങ്ങളും നമ്മളറിയാതെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു, കൂദാശകളിൽ നിന്ന് അകറ്റിക്കളയുന്നു, മിഥ്യയെ സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ദൈവഭക്തിയും വിശ്വാസവും പതുക്കെ നമ്മൾ ഒഴിവാക്കുന്നു. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ അല്ലെങ്കിൽ ഒരു സന്യാസിനിയുടെയോ ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പുരോഹിത സന്യാസിനികളെയും ഒക്കെ അമിതമായി വിമർശിക്കുന്ന സമൂഹത്തെ കാണാറുണ്ട്. എന്നാൽ അവരിൽ ആരെങ്കിലും നോക്കാറുണ്ടോ? സന്യാസിനികൾ ചെയ്തിട്ടുള്ള നന്മകൾ, 10,000 നന്മകളുണ്ട്. ആ അറിവ് കിട്ടാതെ ആ കാര്യങ്ങൾ, ആ നന്മ മനസ്സിലാക്കാതെ വിമർശിക്കുന്നവർ കാണാൻ സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ല കണ്ണുകൾ കൊണ്ട് കാണാനും നല്ലത് കേൾക്കാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ നമുക്ക് ക്രമേണ ഈ ഒരു വലിയ തിന്മയിലേക്ക് നമ്മൾ ചെന്നുപെടും. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ അതിലൂടെ വരുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കുതകുന്നോ അതോ നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് തയ്യാറാകണം. അതിനേക്കാൾ ഉപരിയായി ഇതാ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് മനുഷ്യനെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു മീഡിയമുണ്ട്. അതാണ് തിരുവചനം. ഞാൻ അടുത്ത കാലത്ത്, ചെറുപ്പകാലം മുതൽ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ മജീഷ്യന്മാർ ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കാണിക്കും, മാജിക്കുകൾ. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട മാജിക്കുകൾ കാണിച്ചിട്ട് നല്ല മജീഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുതുകാടെന്നാണ്. അദ്ദേഹം ഒത്തിരി വേദികളിൽ ഈ മാജിക്കുകളൊക്കെ കാണിച്ച ആളുകളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്ത് ആളുകളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ ബൈബിള് വായിക്കുക. ബൈബിളിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന 100 കണക്കിന് കാര്യങ്ങൾ ഈ ബൈബിളിലുണ്ടെന്ന് അദ്ദേഹം ബൈബിൾ വായിച്ച ശേഷം, അദ്ദേഹം എല്ലാം ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈബിളിൽ എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് ഉള്ളത് കണ്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു പുരോഹിതന് ഉറപ്പായിട്ടും പറയും ബൈബിൾ വായിക്കണം. എന്നാൽ ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ബൈബിളിൽ എന്തുമാത്രം നല്ല കാര്യങ്ങളാണ്, അത് ഫോളോ ചെയ്താൽ മതി. അടുത്ത കാലത്തൊരു പത്തനംതിട്ടയിൽ ഒരു കലക്ടറായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറയായിരുന്നു, വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മളനുസരിച്ച് ജീവിച്ചാൽ പോരെ, ഈ ഭൂമി നന്നാകാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണം. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതൊരു ക്രിസ്ത്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മതത്തിനും അതുപോലെ അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഭൂമുഖത്തെ കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി ബൈബിളിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ബൈബിൾ വായിക്കുക, അതിൻ്റെ ഉള്ളിലെ സാരാംശങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ട് നമ്മൾ സമൂഹത്തെ നോക്കാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊത്തിരി സാധ്യതകൾ നിൽക്കുകയാണ്. ഈ കൊറോണ കാലത്ത് പോലും എന്തുമാത്രം സാധ്യതയാണുള്ളത്. ബൈബിൾ വായിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സുവിശേഷം സ്വീകരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊറോണ കാലത്ത് വീട് പൂട്ടിയിരിക്കാനാണോ ശ്രമിക്കേണ്ടത്? അല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം, ഭക്ഷണമില്ലാത്തവർക്ക് കിറ്റ് എത്തിച്ചു കൊടുക്കാം, വാഹനങ്ങളോർക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി കുട്ടികൾക്ക്
പഠനത്തിനാവശ്യമായ നല്ല നല്ല കാര്യങ്ങൾ, നമ്മുടെ നല്ല നല്ല അറിവുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കും. നല്ല വചനങ്ങൾ, അറിയാവുന്ന ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഓരോ വ്യക്തിക്കും അവരവരുടെ ടാലൻറ്റുകൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതാ ഈ കാലഘട്ടത്തിൻ്റെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ, അത് പൊതുസമൂഹത്തിൻ്റെയും കൂടി ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് അതിനെ മലിനമാക്കരുതേ. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ നടത്തുന്ന ചില പോസ്റ്റുകൾ കൊണ്ടും അത് മലിനമാകരുതേ എന്ന് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകണം. വിമർശിക്കാനും അഭിപ്രായം പറയാനും നമുക്ക് അവകാശമുണ്ടെങ്കിലും അത് മറ്റുള്ളവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വ്യക്തിത്വത്തെയും മുറിപ്പെടുത്തുന്നതും കൊല ചെയ്യുന്നതും അവനെ മലിനപ്പെടുത്തുന്നതും അവൻ്റെ വ്യക്തിത്വത്തെ ചവിട്ടിത്താഴ്ത്തുന്നതുമായി മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. കാലഘട്ടത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും എല്ലാ വിവരസാങ്കേതിക വിദ്യകളെയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എല്ലാവരിലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.